സഭായോഗത്തിൽ നമ്മൾ ചെയ്യുന്ന പരിപാടികളിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തന്നെ പറയാവുന്ന ഒരു പരിപാടിയാണ് അപ്പം മുറിക്കൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴം എന്നുള്ളത്. കർത്താവിൻ്റെ അത്താഴം എങ്ങനെ ഏറ്റവും നന്നായി ചെയ്യാം എന്നുള്ള വിഷയമാണ് നമ്മുടെ മുൻപിലുള്ളത്. എന്നാൽ ഇന്ന് അതിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് കർത്താവിൻ്റെ അത്താഴത്തോടുള്ള ബന്ധത്തിൽ വചന ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം, നന്നായി എങ്ങനെ ചെയ്യാൻ സാധിക്കും, വചന ശുശ്രൂഷയെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ളത്. അതിനു മുമ്പ് ഈ കർത്താവിൻ്റെ അത്താഴത്തോടുള്ള ബന്ധത്തിൽ ഒരു വചന ശുശ്രൂഷയുടെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങളാരും ചോദിച്ചു കാണില്ല. കാരണം നമ്മളൊക്കെ അപ്പം മുറിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഒരു വചന ശുശ്രൂഷ ഉണ്ട് അല്ലേ? ഒന്നോ രണ്ടോ ഒക്കെ വചന ശുശ്രൂഷകൾ ഉള്ള ഒരു രീതി ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ചോദിച്ച് കാണുകയില്ല. എങ്കിലും ചോദ്യം ചോദിക്കുന്നത് നമുക്ക് ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാമല്ലോ. കർത്താവിൻ്റെ അത്താഴത്തിന് വചന ശുശ്രൂഷ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം. നമ്മൾ ബൈബിളിൽ നിന്നാണല്ലോ മാതൃകകൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്തിനാണ് കൂടി വന്നത്? അപ്പം നുറുക്കുവാനാണ് കൂടി വന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴത്തിനായിട്ടാണ് അവരവിടെ കൂടി വന്നത്. പക്ഷേ ഞങ്ങൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടി വന്ന് അപ്പം നുറുക്കി എന്ന് അങ്ങനെ ഒരു വാചകം പോലും തീർക്കുന്നില്ല. അങ്ങനെ കൂടി വന്നപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ കൂടി വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പാതിരാവരെ പ്രസംഗം നീണ്ടുപോയി എന്നാണ്. അപ്പോൾ അപ്പം മുറിക്കാൻ കൂടി വന്നിട്ട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന, വചനഘോഷണം നടത്തുന്ന ആ ഒരു രീതി നമുക്കിവിടെ കാണാം. അപ്പം മുറിക്കാനല്ലേ വന്നത്, പക്ഷേ ഇത് അവർ വചന ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അപ്പം മുറിക്കുന്നതിനോട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് വചന ശുശ്രൂഷ എന്നുള്ളതാണ്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, അന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ വചന ശുശ്രൂഷ ചെയ്തത്, പാതിരാവരെ നീണ്ട ആ വചന ശുശ്രൂഷ ചെയ്തത് എന്ത് വിഷയത്തിലായിരുന്നു? എന്തായിരുന്നിരിക്കും വിഷയം? വിഷയം അവിടെ കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വചന ശുശ്രൂഷ അപ്പം മുറിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ആ പ്രസംഗം മുഴുവൻ എന്തായിരുന്നിരിക്കും? കർത്താവിൻ്റെ കഷ്ടപ്പാടുകളും ബലിമരണവും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും താൻ അവിടെ പറയുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പൗലോസ് പ്രസംഗിച്ചത് മുഴുവൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അപ്പം മുറിക്കുന്നതിന് നമ്മെ സഹായിക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല എന്നാണ് നമുക്ക് അത് മുഴുവൻ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നെ എന്താണ് അവിടെ പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം, അപ്പം മുറിക്കാനായിട്ട് കൂടി വന്നു എന്ന് പറയുമ്പോൾ അതിന് വചന ശുശ്രൂഷയുമായി അതിന് വളരെ ബന്ധമുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഒറ്റ കാര്യമാണ് പറഞ്ഞത്, അപ്പം മുറിക്കാൻ കൂടി വന്നിട്ട് എന്താ പ്രസംഗിച്ചുകൊണ്ടിരിക്കണത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഈ വാക്യം കാണിച്ചു കൊടുക്കാം. അപ്പം മുറിക്കാൻ കൂടി വന്നവർ പാതിരാവരെ നീണ്ട പ്രസംഗിക്കും അല്ലേ? എന്താ പ്രസംഗം എന്ന് ചോദിച്ചാൽ പാതിരാവരെ ഒന്നും നീട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ മതി. ഈ രീതിയിൽ വാക്യമുണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അവിടെ നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പാതിരാവരെ പ്രസംഗിച്ചു. പാതിരാവരെ പ്രസംഗിച്ചാൽ, ആര് പ്രസംഗിച്ചാലും എവിടെ പ്രസംഗിച്ചാലും ഒരു അപകടമുണ്ട്. എന്താ? ആളുകൾക്ക് ഉറക്കം വരും. ഉറങ്ങിയാലൊരു അപകടമുണ്ട്. എന്താണ്? ആളുകൾ വീണാലൊരു അപകടമുണ്ട്. ആൾ മരിച്ചു പോകും. പൗലോസ് അപ്പോസ്തലനോട് ഉള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് അല്ലേ? ഓടി ഇറങ്ങിച്ചെന്നു, അദ്ദേഹത്തിന് ജീവൻ കിട്ടി. എന്നിട്ട് ജീവൻ കിട്ടിയതിന് ശേഷം എന്താ ചെയ്തത്? 11-ാം വാക്യം, രാത്രി കൂടി വന്നു, ആ പാതിരാവരെ പ്രസംഗിച്ചു,
പ്രസംഗിച്ചു എന്നുള്ള വാക്കൊന്നും അല്ല, അത് പഠിക്കുന്നതൊക്കെ നല്ലതാണ്, എങ്കിലും പ്രസംഗം എന്നുള്ള വാക്കും അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻ്റർവെൽ എടുക്കാൻ നിർബന്ധിതരായി തീർന്നു. അങ്ങനെ ഇൻ്റർവെൽ കഴിഞ്ഞ് കാര്യമൊക്കെ ശരിയായി കഴിഞ്ഞപ്പോൾ പിന്നെയും കയറി വന്ന് എന്തു ചെയ്തു? അപ്പം മുറിച്ച് ഭക്ഷിച്ചു, പിന്നെ പ്രസംഗിച്ചു എന്നാണ്. നേരം വെളുക്കുന്നതുവരെ അങ്ങ് പ്രസംഗിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ പ്രസക്തമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പം നുറുക്കലുമായി ബന്ധപ്പെട്ട് വചന ശുശ്രൂഷ അന്നേ ഉള്ളതാണ്, പ്രസക്തമാണ്, ഉചിതമാണ്, യോഗ്യമാണ് എന്നുള്ള ഒരു കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മൾ സഭായോഗത്തിൽ പല വചന ശുശ്രൂഷ പല രീതികളിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതായത് വചന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു സങ്കീർത്തനം വായിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സങ്കീർത്തന പഠനമല്ല, നമ്മൾ സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് ആളുകളെ ഒരുക്കത്തക്ക വിധത്തിൽ പാട്ട് പാടുന്നത് പോലെ ഒരു സങ്കീർത്തനം നമ്മൾ വായിച്ചു. പക്ഷേ സങ്കീർത്തനം സാധാരണ പാട്ടല്ല. പാട്ടുകൾ എത്ര നല്ല ആളുകൾ എഴുതിയാലും പരിശുദ്ധാത്മ പ്രേരിതമല്ല. നമ്മുടെ പുസ്തകങ്ങളിലൊന്നുമുള്ള പാട്ടുകൾ പരിശുദ്ധാത്മാവിൻ്റെ ബൈബിളിലെ സങ്കീർത്തനങ്ങൾക്കുള്ള പ്രേരണ പോലെ ഇല്ലല്ലോ. അപ്പോൾ ദൈവപ്രേരിതമായ സങ്കീർത്തനം ആലപിച്ചു. അത് നമുക്ക് സ്തോത്രം ചെയ്യാനും മറ്റും ഒരു മാതൃകയായി കണ്ടുകൊണ്ട് അതിൽ നിന്നുള്ള ആശയങ്ങൾ ചുരുക്കമായി വിശ്വാസികളോട് പറഞ്ഞ് അവരെ സ്തോത്രം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതൊരു പ്രസംഗം, ഒരു ചെറിയ പ്രസംഗം എന്ന് തന്നെ അതിനെ പറയാം. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഒരു, എല്ലാ സഭകളിലും ചെയ്യുന്ന ഒരു വചന ശുശ്രൂഷയാണ് അപ്പം മുറിക്കുന്നതിനോടുള്ള ബന്ധത്തിലുള്ള ഒരു വചന ശുശ്രൂഷ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ രണ്ടുണ്ടെന്ന് പറഞ്ഞു. രണ്ടായാലും ഒന്നായാലും അതൊരേ കാര്യം, ഭാഗം 1 ഭാഗം 2 എന്നുള്ള രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും രണ്ടാണോ നല്ലത്, ഒന്നാണോ നല്ലത് എന്ന് ചോദിച്ചാൽ 2 കൊണ്ട് ചില ഗുണങ്ങളുണ്ട്, ഒന്നുകൊണ്ടും ഒന്നായാലും ചില ഗുണങ്ങളുണ്ട്. രണ്ടായാലും എന്താ ഗുണം? രണ്ടായാലുള്ള ഗുണം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ഒരാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയി, കുറഞ്ഞുപോയി എന്ന് തോന്നിയാൽ അതൊന്ന് മുഴുവനാക്കാൻ പറ്റും. കോംപ്ലിമെൻ്ററി, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ അങ്ങനെ രണ്ടായിട്ട് പ്രസംഗിക്കുമ്പോൾ ഒരു അപകടമുള്ളത്, ഈ കോംപ്ലിമെൻ്ററിക്ക് പകരം സപ്ലിമെൻ്ററി ആയി പോകും എന്നുള്ളതാണ്. എന്താ സപ്ലിമെൻ്ററി? ഒരാൾക്ക് പറയാനുള്ളത് പറഞ്ഞിരുന്നു, മറ്റേ ആൾക്ക് അതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു കാര്യം പറഞ്ഞ് ഇരുന്നു. അപ്പോൾ നമുക്ക് തോന്നും ഇത് ഒന്ന് മതിയായിരുന്നു എന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 2 എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. 1 മതിയാവും. പ്രത്യേകിച്ചും നമ്മൾ ഇക്കാലങ്ങളിലൊക്കെ എല്ലാ ഇടങ്ങളിലും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ പരിപാടികളൊക്കെ അനാവശ്യമായി നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. അനാവശ്യമായി നീണ്ടുപോകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലേക്കൊക്കെ ആളുകൾ വരാത്തതിൻ്റെ ഒരു കാരണം ഈ നീണ്ട സഭായോഗങ്ങളാണോ എന്നറിയില്ല. താല്പര്യം കാണിക്കുന്ന ആരെങ്കിലും നമ്മൾ സഭായോഗത്തിൻ്റെ വിശേഷമൊക്കെ പറയുമ്പോൾ എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ 9:30 തുടങ്ങും, എപ്പോഴാണ് തീരുന്നത്? അതൊരു 1:30 2:30 3 ആവും എന്ന് പറയുമ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നമ്മളൊക്കെ തുടങ്ങിയ കാലം മുതലേ അങ്ങനെയായിരുന്നു. ഇനി 1 മണിക്കൂർ കൂടി നീണ്ടാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന ആളാണ്. എങ്കിലും ശീലമില്ലാത്ത ഒരാൾ കേൾക്കുമ്പോൾ ഇത് വളരെ നീണ്ടതാണെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ സഭായോഗങ്ങളും ഒക്കെ നീളുന്നതിൽ സന്തോഷിക്കുകയാണോ വേണ്ടത്, ദുഃഖിക്കുകയാണോ വേണ്ടത്, നിലനിർത്തുകയാണോ വേണ്ടത്, മാറ്റം വരുത്തുകയാണോ വേണ്ടത്? ഉത്തരം ഒന്ന് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ ഓടുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷെ ജപ്പാനിലെ ട്രെയിനുകളെ പോലെ സമയം പാലിച്ചിരുന്നെങ്കിൽ. നമ്മുടെ ഉദ്ദേശം അപ്പം മുറിക്കുന്നതും സഭായോഗത്തിലുള്ളതുമായിരിക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും ഫലപ്രദമായി ചെയ്യുക എന്നുള്ളതാണ്. നീട്ടി വലിച്ച് 1 മണിക്കൂർ ചെയ്തിട്ട് വലിയ ഗുണമുണ്ടായില്ല. എന്നാൽ വളരെ ചുരുക്കി വൃത്തിയായിട്ട് ചെയ്താൽ 1/2 മണിക്കൂർ കൊണ്ട് വളരെ നന്നായിരുന്നു എന്ന് വന്നാലോ? അപ്പോൾ ഏതാ നല്ലത്? ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയത്
ഓർക്കുന്നു. അപ്പോൾ ക്രിസ്തീയ വിവാഹ ശുശ്രൂഷ ഹൈന്ദവരുടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് പോയപ്പോൾ ഒരു CNI പള്ളിക്കാരായിരുന്നു, ഇവിടുത്തെ CSI പോലെ അവിടെ CNI. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, 1/2 മണിക്കൂർ കൊണ്ട് കല്യാണം കഴിഞ്ഞു. ശുശ്രൂഷ എന്ന് പറയുന്നത് 1/2 മണിക്കൂറാണ്. ഞാൻ ആലോചിച്ചു ഇങ്ങനെ, നമ്മുടെ ഇതിൽ എന്താ അവിടെ ഇല്ലാതിരുന്നത്, എന്താണ് കുറഞ്ഞു പോയത്, നമ്മുടെ ഇതിൽ എന്താണ് എന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. പ്രസംഗമില്ല, പ്രസംഗമുണ്ട്, പാസ്റ്ററുടെ പ്രസംഗമുണ്ട്. പ്രസംഗമായിരുന്നു ഉള്ളതിൽ അല്പം നീണ്ടത്, എങ്കിലും 1/2 മണിക്കൂർ കൊണ്ട് സകലതും തീർത്തു. ഞാൻ പറയും നമ്മുടെ കല്യാണങ്ങളിനെ 1/2 മണിക്കൂറാക്കണമെന്നൊന്നുമല്ല. എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും 1/2 മണിക്കൂർ കൊണ്ട് വളരെ ഭംഗിയായി, അത് അവരുടെ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത് അതിനായിട്ട് ഒരുങ്ങി തയ്യാറായി 1/2 മണിക്കൂറിൽ തുടങ്ങി തീർക്കാൻ തയ്യാറായി വന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. നീട്ടി വലിച്ച് പരത്തി ഒന്നും പറയാതെ പറയാനുള്ളത് മാത്രം പറഞ്ഞ് ചെയ്തു. നമ്മുടെ അപ്പം മുറിക്കുന്ന യോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വചന ശുശ്രൂഷ 2 പേര് ചെയ്ത് നീട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒരാൾക്ക് പകരം 2 പേർ ചെയ്യുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരു രീതിയുണ്ട്, തുടങ്ങിയതാണ്. അത് പിന്നെ നിർത്തിക്കളയാൻ, മാറ്റങ്ങൾ വരുത്താൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഈ മാറ്റമൊന്നും വരുത്തേണ്ടത്, അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ കോംപ്ലിമെൻ്ററി ആയിരിക്കണം, പൂരകമായിരിക്കണം. ഒരാൾ പറഞ്ഞതിനോട് അതിനെ പൂർത്തീകരിക്കുന്ന, അതിനോട് ചേരുന്ന ചിന്തകളും വാക്കുകളും തന്നെ ആയിരിക്കണമെന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവർ ഏത് വേദഭാഗമാണ് എടുക്കുന്നത്, എന്താണ് പറയാൻ പോകുന്നതെന്ന് അവർ തമ്മിലൊരു ഇൻട്രാക്ഷനൊക്കെ നടത്തി പ്രാർത്ഥിച്ചൊരുങ്ങിയാലേ വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വല്ല എന്തിനാ ആണ്ടിന് സംക്രാന്തിക്കും എന്ന് പറയുമല്ലേ, അങ്ങനെ ഒത്തുവരും. വെറും ബൈ ചാൻസ് ആവുമ്പോൾ അങ്ങനെയല്ല, ഒരുങ്ങി ചെയ്യണം. അതൊക്കെ ചിന്തിച്ചാണ് ഞാൻ പറയുന്നത്. ഒരാളാവുമ്പോൾ അതിനൊക്കെ കുറച്ചും കൂടെ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞത്. നമുക്ക് ഈ വചന ശുശ്രൂഷ, അപ്പം മുറിക്കുന്നതിനോടുള്ള ബന്ധത്തിലുള്ള വചന ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് പറയാനുള്ളത്, എത്ര മിനിറ്റ് വേണം എന്നുള്ളതാണൊരു ചോദ്യം. അത് പല കാര്യങ്ങളെ ആസ്പദപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു സഭ പുതിയൊരു സ്ഥലത്തങ്ങ് തുടങ്ങുക എന്ന് വിചാരിച്ചോളൂ. ഇതുവരെ അവിടെ എല്ലാ വിശ്വാസികളും പുതിയ വിശ്വാസികളാണ്, ഈ അടുത്തിടയ്ക്ക് സ്നാനപ്പെട്ടവരാണ്, അപ്പം മുറിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ നിയമങ്ങൾ ഇച്ചിരി വ്യത്യാസമായിരിക്കും, കാരണം അവരോട് കുറച്ച് കൂടുതലൊക്കെ പറയേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു ഓൾറെഡി ഉള്ള ഒരു സഭ, നടന്നു പോകുന്ന ഒരു സഭ, കൊല്ലങ്ങളായി അപ്പം മുറിച്ച് പോകുന്ന ഒരു സഭ, ആ സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ പുതിയ ആളുകൾ വന്നാലും അവിടെ ഉള്ള ആളുകൾക്ക് വളരെ നീണ്ട പല കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അറിവും പരിചയവും ഉള്ളതുകൊണ്ട്, പ്രധാനപ്പെട്ടതല്ലെന്നല്ല, എന്നാൽ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ അവർക്കപ്പോൾ വളരെ ചുരുക്കമായ സമയം മതി. എനിക്ക് തോന്നുന്നത്, ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്, ഈ അപ്പം മുറിക്കുന്നതിന് മുൻപുള്ള ആ ഒരു വചന ശുശ്രൂഷ ഒരു 15 മിനിറ്റ്, സാഹചര്യം അനുസരിച്ച് മാറ്റരുന്ന്, ഇതൊന്നും ബൈബിളിലുള്ളതല്ലല്ലോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ആവറേജ് എന്ന് ഞാൻ പറയുകയാണ്. ഇച്ചിരി കുറയോ ഒരു ഇച്ചിരി കൂടുകയോ, 20 കൂടാൻ പാടില്ല. അപ്പം മുറിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ എന്തിനാണ് വചന ശുശ്രൂഷ നടത്തുന്നത്, അതുകൊണ്ട് നമുക്ക് എന്താ നേടാനുള്ളത് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനായി ശ്രമിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. പുറപ്പാട് 12:26. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടു. ആ സംഭവത്തെ പിന്നീട് പെസഹ എന്നുള്ള പേരിലുള്ള ഉത്സവമായി യഹൂദന്മാർ ആചരിക്കുന്നു. അങ്ങനെ ആചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ചോദ്യം, ആരാ ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ മക്കൾ, നിങ്ങളുടെ മക്കൾ. നിങ്ങൾ ചോദ്യം ചോദിക്കില്ല, നിങ്ങൾക്ക് കാര്യം അറിയാം. പക്ഷേ നിങ്ങളുടെ അടുത്ത തലമുറയിൽ വരുന്നവർക്ക് അവർ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. വായ തുറന്ന് ചോദിച്ചില്ലെങ്കിലും മനസ്സിൽ ചോദ്യം ഉണ്ടാകും. വാട്ട് മീൻ യീ ബൈ ദിസ് സർവീസ്? ഈ കർമ്മം, ഈ ശുശ്രൂഷ, ഈ കാര്യം എന്താണിതിൻ്റെ അർത്ഥം? എന്താണിതിങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ഉത്തരം അവിടെ പറഞ്ഞിട്ടുണ്ട്.
അത് തന്നെ നമുക്ക് നമ്മുടെ ഈ സാഹചര്യത്തിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നമ്മുടെ പിള്ളേർക്കെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരിതിങ്ങനെ നമ്മൾ ചെയ്യുമെന്നറിയാം, പക്ഷെ അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് തീരെ കുഞ്ഞു പിള്ളേരൊക്കെ ഇത് കണ്ടാൽ അത് കിട്ടാനൊരു ശ്രമം നടത്തും, അല്ലേ? അവർക്ക് എടുക്കാവുന്ന സ്ഥലത്തെ വെച്ചേക്കുന്നെങ്കിൽ അവരെടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ. ബാക്കി വരുന്നത് എല്ലാവർക്കും കൊടുക്കുമ്പോഴും അവർക്ക് കൊടുക്കാത്തതിൽ വിഷമം വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികൾക്കറിയില്ല. എന്നാൽ പ്രായമുള്ളത് കൊണ്ട് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. നമ്മളെപ്പോലെ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അറിയാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷെ അറിയാമോ എന്നറിയില്ല. കൊരിന്തിലൊക്കെ അവരിതൊക്കെ പഠിപ്പിച്ചവരാണല്ലോ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ അവരോട് പിന്നെ അവരെ ഇത് അർത്ഥം അറിയാത്തതുപോലെ അവിടെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പോസ്തലനെ അവരെ തിരുത്തി അവരെ അഭ്യാസം കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇതിങ്ങനെയൊക്കെയാണ് കാര്യം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തന്നു, ഇതൊക്കെ പറഞ്ഞൊക്കെ മറന്നുപോയോ എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമുക്ക് വചന ശുശ്രൂഷ കൊണ്ട്, അത് ഈ വചന ശുശ്രൂഷ ചെയ്യുന്നത് ആരായാലും, ഞാൻ പറഞ്ഞല്ലോ ഈ വചന ശുശ്രൂഷയൊക്കെ ചെയ്യേണ്ടത് മൂപ്പന്മാർ തന്നെയാണ്. പക്ഷേ മൂപ്പന്മാരെ പോലെ തന്നെ ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കാനുള്ള ആ വരം ദൈവം കൊടുത്തിട്ടുള്ള ആളുകളെ, അവർ ഭാവിയിൽ മൂപ്പന്മാരായിട്ട് വരേണ്ടവരൊക്കെയാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്നുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് അത് പറയാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ ഈ സങ്കീർത്തനം അതുപോലെ അപ്പം മുറിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരുടെയും ഒരു അവകാശമാണ്. എല്ലാ വിശ്വാസികളും, സഹോദരിമാർക്ക് പിന്നെ പാവം അവർക്ക് കഴിവുണ്ടെങ്കിലും അനുവാദമില്ല. ബാക്കിയുള്ളവർ ഇങ്ങനെ ABCD വട്ടം ചുറ്റി ചെയ്യണം, അങ്ങനെയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മക്കളെ ചോദിക്കുമ്പോൾ അതിന് യഹൂദന്മാരുടെ ഇടയിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ആ വീട്ടിൽ കാർന്നോരായിട്ടുള്ള ആളാണ് അതിന് ഉത്തരം പറയുന്നത്. യഹൂദന്മാർക്ക് ഇതൊരു ചടങ്ങായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. കൊല്ലത്തിലൊരിക്കലല്ലേ പെസഹയുള്ളൂ. അപ്പോൾ പെസഹയ്ക്ക് എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരു കുട്ടി ചോദിക്കും. ചോദിച്ചില്ലെങ്കിൽ അവനെ കൊണ്ട് ചോദിപ്പിക്കും. കാരണം അങ്ങനെ അത് നടക്കുള്ളൂ. നമ്മുടെ ഇടയിൽ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊരു ചടങ്ങെന്നുള്ള രീതിയിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ചോദിച്ചാലും ഇല്ലെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന ആൾ ചോദ്യം ചോദിച്ചില്ലെങ്കിലും ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കാനാ താൻ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് മറക്കരുത്. ചിലപ്പോൾ അത് മറന്നുപോയ പോലെയാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്? വാട്ട് മീനത്ത് ദിസ്? എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണെന്ന് ചോദിച്ചാൽ കണ്ടറിയാൻ പാടില്ലേ? അതല്ല, എന്താണ് ഇതിൻ്റെ അർത്ഥം? മീനിങ് ഓഫ് ദ ലോർഡ്സ് സപ്പർ, കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് പറയണം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. ഈ അർത്ഥം എന്താണെന്നുള്ളത് പറയുമ്പോൾ വലിയ വേദശാസ്ത്രപരമായ നീണ്ട വിഷയമാണ്. പക്ഷേ ഇതും പഠന സമയമല്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സഭയുമായി ചേർന്ന് വരുവാൻ, സ്നാനപ്പെട്ടൊക്കെ ചേർന്ന് വരുവാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സാധാരണ സഭകളിലൊക്കെ ആ വ്യക്തികളെ വിളിച്ച് അവരൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, മക്കളുടെ വീട്ടിലൊക്കെ, നമ്മുടെ വീട്ടിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പഠിച്ചിട്ടുള്ളവരായിരിക്കും. വീട്ടിലുള്ളതുകൊണ്ട് പഠിച്ചോളണമെന്നൊന്നുമില്ല. പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ തന്നെ അവരോട് അവർ പഠിച്ചിട്ടുള്ളവരാണ് എന്നൊന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യം ഉണ്ട്. ഉറപ്പ് വരുത്തേണ്ടതായിരിക്കുന്ന ആവശ്യം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അവരോട് പറഞ്ഞു കൊടുക്കുക. ഈ അർത്ഥം എന്താണെന്നുള്ളതാണ് പിന്നെ ചോദ്യം. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാമല്ലോ. കത്തോലിക്കനോട് ചോദിച്ചാൽ കത്തോലിക്കൻ എന്തു പറയും? രോഗലക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ ആചാര്യൻ അല്ലെങ്കിൽ പുരോഹിതൻ രക്തമില്ലാതെ ഇപ്പോൾ ഇവിടെ അൾത്താരയിൽ അത് പുനരർപ്പിക്കുകയാണ്. അവിടെ ഒരു ബലിയർപ്പണമാണ്. കാൽവറിയിലെ ബലിയെ ആവർത്തിക്കുകയാണെന്നുള്ള വാക്ക് തന്നെ അവർ ഉപയോഗിക്കുന്നത്. ആവർത്തിക്കുകയാണ്. ഒരു വ്യത്യാസം മാത്രമുണ്ട്, രക്തം ചൊരിയുന്നില്ല, അവിടെ ചോര കാണുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബ്ലഡ് ലെസ് റെപ്പറ്റിഷൻ ഓഫ് ദി സാക്രിഫൈസ് അറ്റ് കാൽവറി. ഇതാണ് അതിൻ്റെ അർത്ഥം. അവർക്കത് വ്യക്തമാണ്. തെറ്റാണെങ്കിലും അവർക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി.
ഓർത്തഡോക്സുകാരും ഏതാണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓർത്തഡോക്സുകാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കത്തോലിക്കരുടെ ഒരു കൃത്യത അവർക്ക് വന്നിട്ടില്ല. അവർ ഈ പൗരസ്ത്യ ദേശത്ത് ഉള്ള ആളുകൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരൊക്കെ ഒരുതരം എന്താ പറയുന്നത്, തത്വചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. എന്നാൽ പാശ്ചാത്യ ലോകം അങ്ങനെയല്ല. അതുകൊണ്ട് റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് പാശ്ചാത്യ സഭയാണ്. പാശ്ചാത്യ ലോകം പൊതുവെ പറഞ്ഞാൽ അവർ തത്വചിന്തയൊക്കെ ഉണ്ട്, വേദശാസ്ത്രം എല്ലാം ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം അവർ വളരെ പ്രായോഗികത ഉള്ളവരാണ് എന്നാണ് പൊതുവെ അവരെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം. അപ്പോൾ അവർ അങ്ങനെ കറക്റ്റായിട്ട് ആ കാര്യം അങ്ങ് പറഞ്ഞു വെച്ചു. പ്രോട്ടസ്റ്റൻ്റുകാരാണ് പിന്നെ വന്നിട്ട് അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് പറഞ്ഞത്. മാർട്ടിൻ ലൂതറിൻ്റെ ഒക്കെ കാലത്ത് അതിന് മുമ്പ് തന്നെ സംശയങ്ങളുണ്ടായി, ചോദ്യങ്ങൾ വന്നു. അതുവരെ എല്ലാവരും തെറ്റാണ് വിശ്വസിച്ചിരുന്നത് എന്നൊന്നുമില്ല. യഥാർത്ഥത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ എന്ന് അറിയപ്പെടുന്ന ഒരു മഹാനായ വേദശാസ്ത്രിയുണ്ട്. അദ്ദേഹം റോമൻ കത്തോലിക്കനായിട്ടാണ് റോമൻ കത്തോലിക്കർ പറയുന്നത്. പക്ഷെ പ്രോട്ടസ്റ്റൻ്റുകാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ തിയോളജി അഗസ്റ്റീനിയൻ തിയോളജിയാണെന്ന് പറയും. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് പ്രത്യേകിച്ച് സ്നാനം, അത്താഴം, തിരുവത്താഴം, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നടക്കുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങൾ, അദൃശ്യമായി ആന്തരികമായ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ബാഹ്യമായും ദൃശ്യമായും പ്രദർശിപ്പിക്കുന്നതാണ് സ്നാനവും തിരുവത്താഴവും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കത് അറിയാം, അന്നേ അറിയാം. പിന്നെ അത് പതുക്കെ ചരിത്രത്തിൽ റോമാസഭയിൽ അങ്ങനെ ആയിത്തീരുകയാണ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ഇടയിലും ഇതിനെക്കുറിച്ച് 100% യോജിപ്പൊന്നുമില്ല. ഇവിടെ എന്തായി നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് യോജിപ്പില്ല. എങ്കിലും ആ തെറ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞതാണ്. ലൂതറൻകാരാണെങ്കിൽ ഈ കർത്താവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം, ഇവിടെ കർത്താവിൻ്റെ ശരീരം ഇവിടെ എവിടെയോ ഉണ്ട്, ആ അപ്പത്തിൻ്റെ അവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള ഉപദേശമാണ്. കാൽവിൻ പറഞ്ഞു അങ്ങനെ ശരീരമൊന്നുമില്ല, എന്നാൽ കർത്താവിൻ്റെ യഥാർത്ഥമായ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ യഥാർത്ഥമായ സാന്നിധ്യം എവിടെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞാൽ അപ്പോൾ വിശദീകരിക്കാൻ പറ്റുന്നൊന്നുമില്ല. എങ്കിലും അങ്ങനെ പറഞ്ഞു. എന്നാൽ വേറെ ചിലർ പറഞ്ഞു സ്വിംഗ്ലിയെ പോലുള്ള പ്രോട്ടസ്റ്റൻ്റ് മതപരിഷ്കർത്താക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇത് വേറൊന്നുമല്ല, ഇത് കർത്താവിൻ്റെ ശരീരത്തെ ഓർപ്പിക്കുന്ന അപ്പം, കർത്താവിൻ്റെ ശരീരത്തെ ഓർപ്പിക്കുന്ന രക്തം, അതങ്ങനെ ആ ഓർമ്മയ്ക്കുള്ളൊരു സഹായി എന്നേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ പിന്നീടുള്ള വേദശാസ്ത്രികൾ പ്രോട്ടസ്റ്റൻ്റുകാരെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത്രയേ ഉള്ളൂ, വെറുതെ ഒരു എന്താ പറയുന്നത്, ഒരു മെമ്മോറിയൽ, ഓർക്കാൻ സഹായിക്കുന്ന മെമൻറ്റോ, അത്രയേ ഉള്ളൂ, വായിക്കുമ്പോൾ അത്രയോ അല്ലല്ലോ ഉള്ളൂ എന്ന് തോന്നി. കാൽവിനെ പോലുള്ള ഞാൻ പറയുന്നത് പ്രോട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് സുരക്ഷിതമായി നിൽക്കാൻ പറ്റുന്നത് നടുവിലാണ്, അല്ലേ? അപ്പോൾ ഈ നടുവിൽ നിൽക്കുന്നതാണ് നല്ലത്. ഈ അപ്പം ശരീരമാറ്റം ഒന്നുമില്ലാത്ത, വസ്തുമാറ്റം ഒന്നും ഇല്ലെന്നുള്ളതൊക്കെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ അപ്പത്തിന് വേണ്ടി സഭയായി അപ്പം, വീഞ്ഞ്, ഇത് രണ്ടും നമ്മൾ സഭയായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കഴിയുമ്പോൾ അത് സാധാരണ മറ്റപ്പങ്ങളെ പോലെ അല്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ടാണ് കുട്ടികൾ ചോദിച്ചാൽ കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ബാക്കി വരുന്നത് പോലും അവിശ്വാസികൾക്ക് കൊടുക്കാത്തത്. അവിടെ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് വെറും ഒരു ഓർമ്മ വസ്തുവാണ് എന്ന് പറയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത്. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം,
കത്തോലിക്കര് അതിൽ കർത്താവിൻ്റെ ബലി മാത്രം കാണുന്നു, അത് നന്നായി കാണുന്നു. ഇല്ലാത്തൊരു സാധനമാണെങ്കിലും അവരത് വളരെ വ്യക്തമായി കാണുന്നു. നമ്മൾ വേറൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു വസ്തുക്കളായി ഓർമ്മപ്പെടുത്താൻ, നമുക്ക് ഓർമ്മിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന വസ്തുക്കളായിട്ട് കാണുന്നു. അത് വേറൊരു അങ്ങേയറ്റം. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് പല തരത്തിൽ ബൈബിളിലെ പല വാക്കുകളെടുത്ത് അത് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ഒരുപാട് വചനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കാനും പറയാനും ഒക്കെ സാധിക്കും. ഉദാഹരണത്തിന് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതലുള്ള വേദഭാഗങ്ങൾ, ഏറ്റവും പ്രസക്തമായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇതിൻ്റെ അർത്ഥം ഇതെന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് കർത്താവിൽ നിന്ന് സഭ കണ്ടുപിടിച്ചതല്ല, നമ്മൾ കണ്ടുപിടിച്ചതല്ല, നമ്മൾ പുതിയ സഭ ഉണ്ടാക്കിയപ്പോൾ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചതല്ല, ഇത് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ വിലയും മഹത്വവും ഉണ്ടെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. 2, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതും. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആരെ ഏൽപ്പിച്ചത്? കൊരിന്തിലെ, അത് എഴുതുമ്പോൾ കൊരിന്തിലെ സഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ കാര്യമാണ് സഭയെ കർത്താവ് ഏൽപ്പിച്ച. പൗലോസ് ഏൽപ്പിച്ചു എന്നാണ്, കർത്താവിൽ നിന്ന് പ്രാപിച്ചു, പൗലോസ് ഏൽപ്പിച്ചു. അപ്പോൾ ദൈവദാസന്മാർ വഴിയായി കർത്താവ് തന്നെ സഭയെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ്, ഒരു കർമ്മമാണ്. പുറപ്പാട് പുസ്തകത്തിൽ കർമ്മം എന്നുള്ള വാക്കാണ്. ഇവിടെ നമുക്ക് ഒരു പാരമ്പര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ചെയ്തു പോരേണ്ട കാര്യങ്ങളാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമാണത് എന്ന് നമുക്ക് പറയാം. 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി, ഗിവിങ് താങ്ക്സ്. ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇതിൻ്റെ അടുത്ത ഒരർത്ഥമുള്ളത്, ഇത് ദൈവമക്കൾ ദൈവസഭയായി ഒരുമിച്ച് കൂടി വന്ന് സ്തോത്രം ചൊല്ലാൻ അല്ലെങ്കിൽ നന്ദി പറയാനുള്ള ഒരു സമയമാണ്. നന്ദി പറയാനുള്ള ഒരു ആര് നന്ദി പറയുന്നു? എല്ലാവരും നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയാനുള്ള, അതൊരു നന്ദിയുടെ ശുശ്രൂഷയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. താങ്ക്സ് ഗിവിങ്. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ യൂക്കാരിസ്റ്റ് എന്ന് പറയും. ആ വാക്കാണ് ഇവിടെ നന്ദി പറയുക എന്നുള്ളതിന്, സ്തോത്രം ചൊല്ലി എന്നുള്ളതാണ് നന്ദി പറയുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നന്ദി പറയുന്ന ശുശ്രൂഷയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും, രക്ഷയ്ക്ക്, തൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും എല്ലാറ്റിനും വേണ്ടി നന്ദി പറയാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ കണക്ഷൻ മറക്കരുത്. ഈ സമയത്ത് വചന ശുശ്രൂഷ ചെയ്യുന്ന ആളുടെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ അർത്ഥം ആളുകളെ ഗ്രഹിക്കണം. ഇതിൻ്റെ അർത്ഥം ആളുകൾ അറിയാവുന്നവരാണെങ്കിൽ അവരെ ഓർപ്പിക്കണം. അപ്പോൾ ഇവരെ നന്ദി പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ ഈ അപ്പം മുറിക്കുന്ന സമയത്ത് ആ ശുശ്രൂഷയിൽ ഇരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ഹൃദയം കർത്താവിനോടുള്ള നന്ദി കൊണ്ട്, സ്തോത്രം കൊണ്ട് നിറഞ്ഞാൽ അതാ ശരിയായ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുപോലെ അത് അവിടെ തന്നെ ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അടുത്തതാണ് ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് എന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എൻ്റെ ഓർമ്മയ്ക്കായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞാൽ കർത്താവിനെ നമ്മൾ ഓർക്കുകയാണോ, അതോ കർത്താവിനെ നാം ഇത് ചെയ്യുമ്പോൾ കർത്താവ് ഓർക്കുകയാണോ? ഈ രണ്ട് സാധ്യതകളാണുള്ളത്. നമ്മളിത് ചെയ്യുമ്പോൾ
കർത്താവ് എന്തോ ഓർക്കുന്നു, എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം, അതൊരു സാധ്യത. 2, നമ്മൾ ഓർക്കുന്നു. നമ്മളെന്താ ഓർക്കുന്നത്, കർത്താവ് എന്താ ഓർക്കുന്നത്? ഈ ഓർമ്മയ്ക്കായി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിൽ ഇൻ റിമെമ്പറൻസ് ഓഫ് മീ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു മെമ്മോറിയൽ സർവീസ് നടത്തുന്നത് പോലെ കർത്താവിനെ ഓർത്ത് ഒരു ഓർമ്മ ശുശ്രൂഷ നടത്തുക എന്നതിനർത്ഥം വരും ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ. എന്നാൽ ഗ്രീക്കിൽ വായിക്കുമ്പോൾ, മലയാളത്തിൽ വായിക്കുമ്പോൾ, ഹിന്ദിയിൽ വായിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. മലയാളത്തിൽ എന്താ? എൻ്റെ ഓർമ്മയ്ക്കായി എന്നാണ്. അപ്പം അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എങ്ങനെ പറയണം? ഫോർ മൈ റിമെമ്പറൻസ്. അത് ഹിന്ദിയിൽ പറയുമ്പോൾ മേരെ സ്മരൺ കെ ലിയേ. നിങ്ങൾക്ക് ഭാഷ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കർത്താവിനെ ഓർക്കുക എന്നുള്ള ആ ഒരു കേവല അർത്ഥത്തിൽ നിർത്തരുതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഇവിടെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഉണ്ട്. ഈ ശുശ്രൂഷ നമ്മെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. അതേ കാര്യങ്ങൾ കർത്താവിനെയും ഓർപ്പിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഓർക്കുക, ഓർപ്പിക്കുക എന്നുള്ള ആശയം ഇതിൻ്റെ വലിയൊരു ആശയമായിട്ട് വരുന്നു. ഒരു എഴുത്തുകാരൻ, പണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, എ പ്രോപ്പർലി കണ്ടക്റ്റഡ് ലോർഡ് സപ്പർ ഈസ് എ മോസ്റ്റ് ഇഫക്റ്റീവ് പ്രയർ ടു ദ ലോർഡ് എന്നാണ്. എ പ്രോപ്പർലി കണ്ടക്റ്റഡ് ലോർഡ് സപ്പർ ഈസ് എ മോസ്റ്റ് ഇഫക്റ്റീവ് പ്രയർ ടു ദ ലോർഡ്. മലയാളത്തിൽ പറഞ്ഞാൽ ശരിയായ രീതിയിൽ നടത്തിയ ഒരു കർത്തൃഭോജനം കർത്താവിനോടുള്ള ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. എന്താണ് ഇവിടെ പ്രാർത്ഥന? ആരാ പ്രാർത്ഥിക്കുന്നത്? ഈ ശുശ്രൂഷ തന്നെ ഒരു പ്രാർത്ഥനയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണിത് പ്രാർത്ഥനയാകുന്നത്? ഇത് കാണുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കും, അല്ലേ? ഈ അപ്പവും വീഞ്ഞും കാണുമ്പോൾ നമ്മുടെ രീതിയിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഓർക്കും. എന്താ ഓർക്കുന്നത്? നമ്മുടെ കർത്താവ് സാക്ഷാൽ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. പിതാവിൻ്റെ ഹിതം മാത്രം ചെയ്ത, തൻ്റെ ശരീരം കൊണ്ട് പിതാവിൻ്റെ ഹിതം മാത്രം ചെയ്തു, ഏറ്റവും മാതൃകയായി ജീവിച്ചു, നിഷ്കളങ്കനായ കുഞ്ഞാട്. പക്ഷേ ആ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, കഷ്ടങ്ങൾ അനുഭവിച്ച് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്നും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് മഹാപുരോഹിതനായി ജീവിക്കുന്നു. ആ രക്ഷയുടെ പ്രവൃത്തികളാണ് നമ്മൾ ഓർക്കുന്നത്. കർത്താവ് നമ്മെ രക്ഷിക്കാനായി കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഓർക്കുന്നത്. അതാണ് ഓർക്കേണ്ടത്. ഇത് നമ്മളിവിടെ ഇരുന്ന് ഇത് ഓർക്കുമ്പോൾ കർത്താവ് എന്തായിരിക്കും ഓർക്കുന്നത്? കർത്താവ് ഇത് തന്നെയാണ് ഓർക്കുന്നത്. ഇതിൻ്റെ മറുവശം, ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറുവശം, നിത്യതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഇരുന്ന് ഒരു ആലോചനാ യോഗം നടത്തിയതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു വാക്യമില്ലെങ്കിലും. എന്തായിരുന്നു ആലോചനാ യോഗത്തിലെ വിഷയം? നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടിയിൽ പാപം കയറിക്കൂടി, മനുഷ്യൻ പാപിയായി തീർന്നു. പക്ഷേ നമുക്ക് എന്തു ചെയ്യണം? നമ്മുടെ സൃഷ്ടിയുടെ ആദ്യ ഉദ്ദേശം, അതായത് വിശുദ്ധമായ ആകാശവും ഭൂമിയും അതിൽ വിശുദ്ധരായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ് ദൈവത്തിൻ്റെ മഹിമ കൊണ്ട് ഭൂമി നിറയണം. ഇതാണ് സൃഷ്ടിയുടെ ആത്യന്തികമായ ആരംഭത്തിലുള്ള ഉദ്ദേശം. അപ്പോൾ ഇവർ ഈ 3 പേരും കൂടെ ഇരുന്ന് ആലോചന നടത്തി നമുക്ക് എങ്ങനെ അത് കൊണ്ടുവരാം. അങ്ങനെ അവരൊരു പദ്ധതി ഉണ്ടാക്കി, ഒരു പ്ലാൻ ഉണ്ടാക്കി. രക്ഷാപദ്ധതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പങ്കുള്ള ഒരു പദ്ധതിയാണ് അവിടെ ഉണ്ടായത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും അപ്പം മുറിക്കുന്ന സമയത്ത് ഇത് വളരെ പ്രസക്തമാണ്. കാരണം
ആ പദ്ധതി അനുസരിച്ച് ദൈവം ഒരു ജനത്തെ തെരഞ്ഞെടുത്തു. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നടന്ന കാര്യങ്ങളായി പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപ് ആ തെരഞ്ഞെടുത്ത ആളുകളാണ് അപ്പം മുറിക്കുന്നത്. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. അവർ ഈ രക്ഷ അനുഭവിക്കണമെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് പിതാവ് തൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തു. അപ്പോൾ അവരുടെ പാപങ്ങൾ എന്തു ചെയ്യും? പുത്രൻ പറഞ്ഞു, ഞാൻ മനുഷ്യനായി പോകാം, മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം സഹിച്ച് പാപത്തിന് ശമ്പളമായ മരണത്തിന് ഞാൻ അടിമപ്പെടാം, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. കഥ പോലെ ഞാൻ പറയുക. പക്ഷെ അതുകൊണ്ടും കാര്യമില്ല. ഒരു രക്ഷകൻ ഇവിടെ വന്ന് മരിച്ചു വരുത്തേണ്ടത് അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ച് ഇവിടെ കിടക്കുന്ന പാവികൾ രക്ഷിക്കപ്പെടുമോ? പാവികളെ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അവർ രക്ഷ പ്രാപിക്കണ്ടേ, അവർക്ക് കിട്ടണ്ടേ. അപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അവർക്ക് പുതിയ ജീവൻ കൊടുത്ത് പാപബോധം ഉണ്ടാക്കി രക്ഷകനെ സ്വീകരിക്കുന്ന ഒരു കാര്യം, വീണ്ടും ജനനം, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ വലിയൊരു കാര്യം നിത്യതയിൽ നടന്നു. നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോഴൊക്കെ അത് ഓർക്കുകയുള്ളൂ. പക്ഷേ ദൈവത്തിന്, കർത്താവിന് എപ്പോഴും അത് തൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ കൂടിയിരുന്ന് അപ്പം മുറിക്കുമ്പോൾ കർത്താവിന് ഇതൊക്കെ ഓർമ്മ വരും. അതിൻ്റെ കൂടെ ഇതും കൂടെ ഓർമ്മ വരും. എന്താണ്? ഞാൻ ചെയ്ത ആ പ്രവൃത്തി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നും കൂടെ ഓർമ്മ വരും. പാപത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തെ വിടുവിക്കുക എന്നുള്ള പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. എപ്പോഴാണ് പൂർത്തിയാകുന്നത്? കാലാവസാനത്തിങ്കൽ കർത്താവായ യേശു വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എല്ലാവരും അശരീരികളായിട്ടല്ല, വെറും ആത്മാക്കളായിട്ടല്ല, ശരീരങ്ങളും ആത്മാക്കളും ഉള്ളവരായി പൂർണ്ണ മനുഷ്യരായി ദൈവത്തെ പ്രതിബിംബിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴാണ്, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായി അവിടെ ജീവിക്കുമ്പോഴാണ് ഭൂമി ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ, അതുകൊണ്ടാണ് ആ എഴുത്തുകാരൻ പറഞ്ഞത് ഇതൊരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? ലോർഡ്, ഫിനിഷ് ദ വർക്ക് ദാറ്റ് യു ഹാവ് സ്റ്റാർട്ടഡ് ഇൻ അസ്. ദൈവമേ, നീ നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ, വൃതന്മാരിൽ ആരംഭിച്ചിരിക്കുന്ന ആ വേല ഏറ്റവും വേഗം തീർക്കണമേ. കർത്താവേ, വേഗം വരണമേ എന്നൊരു പ്രാർത്ഥനയില്ലേ? അതുപോലത്തെ ഉള്ള ഒരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല, ഇത് നടക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഓർമ്മ വരും, കർത്താവിനും ഈ കാര്യങ്ങൾ ഓർമ്മ വരും. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഇത് ഓർക്കൽ മാത്രമല്ല, ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അത് ദയവായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം എന്ന് ഞാൻ പറയുകയാണ്. ചില കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് എല്ലാ സഭകളിൽ നിന്നും ഈ റിമൈൻഡർ, ഈ ഓർമ്മപ്പെടുത്തൽ കർത്താവിന് എല്ലാ ആഴ്ചയും കിട്ടണമെന്നാണ്. അതുകൊണ്ടാണല്ലോ ദൈവം അങ്ങനെ ഒരു തീരുമാനം വെച്ചത്. അല്ലെങ്കിൽ യഹൂദന്മാരെ പോലെ പെസഹ കൊല്ലത്തിലൊരിക്കൽ ചെയ്യണം മക്കളെന്ന് പറയായിരുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ദൈവം അത് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലന്മാർ ചെയ്തതുകൊണ്ട് ദൈവം അത് ആഗ്രഹിക്കുന്നു നമുക്കറിയാം. അപ്പോൾ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഈ കൂടിയിരുന്ന് അപ്പം മുറിക്കുന്നത് കർത്താവിന് വളരെ പ്രിയപ്പെട്ട ഒരു സമയമാണ്. കർത്താവിനത് ഓർക്കാനുള്ള സമയമാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, കർത്താവിൻ്റെ മക്കളുമായി കർത്താവ് ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടിയെ ഓർക്കുവാനുള്ള ഒരു സമയമാണ്. ഓർക്കുക എന്നുള്ള വാക്കൊക്കെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം എന്നറിയാം. കാരണം കർത്താവിന് മറവിയില്ലല്ലോ, പിന്നെ എന്താ ഓർപ്പിക്കുന്നത്, അല്ലേ? എങ്കിലും നമ്മൾ വചനം വായിക്കുമ്പോൾ കർത്താവിനെ ഓർപ്പിക്കുന്നവർ എന്ന ഉള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. കർത്താവിനെ ഓർപ്പിക്കുന്നവർ, അതാണല്ലോ ചെയ്യുന്നത്. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നതിൻ്റെ വചനത്തിലുണ്ടല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ ശരിക്കും ചെയ്യുന്നത്? കർത്താവിനെ ഓർപ്പിക്കുകയല്ലേ. കർത്താവിന് ഒരു മറവില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള വാക്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യം തന്നെ ഇല്ലെന്ന് ഈ യുക്തിവാദികൾ പറയുന്നത് അതുകൊണ്ടാണ്.
പക്ഷെ നമ്മളോട് ഓർപ്പിക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പ്രാർത്ഥനയുടെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞത്. കർത്താവ് വേഗം വരുവാനുള്ള സഭയ്ക്ക് ചെയ്യാവുന്ന ഒരു ഏറ്റവും ഫലകരമായ പ്രാർത്ഥനയാണ് വേണ്ട രീതിയിൽ നടത്തപ്പെടുന്ന കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നത്. കർത്താവിനെ ഓർപ്പിക്കുകയാണ്. നമുക്ക് പരിചയമുള്ളൊരു വേദഭാഗം ഉണ്ടല്ലോ, നമ്മുടെ അതൊന്നെടുക്കാം. ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം. ജലപ്രളയത്തിൽ ലോകം മുഴുവൻ നശിച്ചു കഴിഞ്ഞ് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് നോഹയും കുടുംബവും ഒക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരവിടെ ഒരു യാഗം അർപ്പിച്ചു. അവിടെ വേറൊരു സംഭവം ഉണ്ടായത് എന്താണ്? മേഘത്തിലൊരു മഴവില്ല് കണ്ടു. ആ മഴവില്ലിൻ്റെ അർത്ഥം എന്താണ്? ഇനി ലോകത്തെ ഒരിക്കലും ഇങ്ങനെ ഒരു ജലപ്രളയത്തിൽ മനുഷ്യൻ എന്ത് പാപം ചെയ്താലും ഏത് സാഹചര്യമായാലും ലോകത്തെ ഇങ്ങനെ ഒരു ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് കർത്താവായ ദൈവം തീരുമാനിച്ചു. അത് നോഹയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നോഹ നമ്മുടെ പ്രതിനിധിയാണ്. നമ്മളോട് എല്ലാവരോടും ഈ ലോകത്തോടൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ആ ഒരു വാക്ക് കൊടുത്തു. അപ്പോൾ ഈ വാക്ക് കൊടുക്കുമ്പോൾ അതിനൊരു ഉറപ്പ് കൊടുക്കുന്ന ഒരു രീതി ഏത് കാലത്തും ഉണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തതാണ് മേഘത്തിലൊരു മഴവില്ല്. അതിനെക്കുറിച്ച് പറയുന്നത് 9-ാം അധ്യായത്തിൽ 15-ാം വാക്യം. ദൈവം ചെയ്ത നിയമം ദൈവം ഓർക്കും. എപ്പോൾ ഓർക്കും? ആ മഴവില്ല് കാണുമ്പോൾ. അതുകൊണ്ട് ഒരു സംശയമില്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ നാം ദൈവത്തെ ഓർപ്പിക്കുകയാണ്. മഴവില്ല് ദൈവത്തെ ഓർപ്പിക്കുന്നതാണ്. ദൈവം ഓർക്കുമെന്ന് പറഞ്ഞു. അപ്പം മുറിക്കുന്നത് ദൈവത്തെ നമ്മൾ ഓർപ്പിക്കുകയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് പോലെ തന്നെ കർത്താവും അത് ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് ഉള്ളത് കർത്താവ് ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്ഷാപദ്ധതിയിൽ കർത്താവ് മുമ്പോട്ട് പോകുന്നു. ഇനിയും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ചേർക്കാനുള്ളവരെ ചേർക്കണം, സുവിശേഷം എത്താനുള്ളിടത്തൊക്കെ എത്തണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, സഭയെ ഒരുക്കണം. അതിനായി കർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണിത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ആ വേദഭാഗത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുമ്പോൾ ഇതൊരു ഓർക്കലും ഓർമ്മപ്പെടുത്തലുമാണ്. അർത്ഥം എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ വേറൊരു പ്രത്യേക പ്രയോഗമുണ്ട്. 1 കൊരിന്ത്യർ 11:26 തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇത് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ ശുശ്രൂഷ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാണ്. നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെ, കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കണം എന്നാണോ? അങ്ങനെ ഒരു ബൈബിളിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല, മലയാളത്തിലും ഇല്ല. എല്ലാ ബൈബിളിലും മറ്റെന്താ ഉള്ളത്? പ്രസ്താവിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഈ തിന്നുന്നതും കുടിക്കുന്നതും തന്നെയാണ് ആ പ്രസ്താവന. തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അതിൽ തന്നെ ഇറ്റ്സ് എ സൈലൻ്റ് ഡിക്ലറേഷൻ. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ വായ് തുറന്ന് നമ്മൾ സംസാരിക്കുന്നില്ല, പക്ഷെ കർത്താവിന് അതൊരു ഡിക്ലറേഷനാണ്. ആർക്കാണ് ഡിക്ലറേഷൻ? ആരാണത് കേൾക്കുന്നത്? ആ കാണിക്കുന്നു അല്ലെങ്കിൽ ആ പ്രഖ്യാപനം ആരാണ് കേൾക്കുന്നത്? സഭ കേൾക്കുന്നു. സഭയിൽ ഇത് നടക്കുന്നു എന്ന് അറിയാവുന്നവർക്കൊക്കെ അറിയാം. ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിതെന്നുള്ളത് അറിയാം. കർത്താവിൻ്റെ മരണം, കാര്യം ക്രൂശിത രൂപം തൂക്കിയിടാനൊന്നും നമുക്ക് അനുവാദമില്ലെങ്കിലും അതുവഴി നാട്ടുകാരറിഞ്ഞിട്ടുണ്ട് കർത്താവ് മരിച്ചു എന്നുള്ള കാര്യം. കർത്താവിൻ്റെ മരണത്തിൻ്റെ
മരണത്തെ കാണിക്കുന്നു, പ്രസ്താവിക്കുന്നു. ഒരു പ്രസ്താവനയാണ്. പ്രസ്താവന എന്നുള്ള വാക്കിനേക്കാൾ പ്രഖ്യാപനം എന്നായിരിക്കും നല്ലത്. യു ഡു ഷോ, ഡിക്ലെയർ എന്ന് പറയാവുന്ന ഒരു വാക്കാണത്. വിളംബരം ചെയ്യുകയാണ്. കർത്താവിൻ്റെ മരണത്തിൻ്റെ ഒരു വിളംബരമാണത്. എങ്ങനെയാണത്? അതിൽ തന്നെ എങ്ങനെയാണ് ഈ മരണത്തിൻ്റെ വിളംബരം ഉണ്ടാകുന്നത്? പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പ്രസംഗിക്കാതെ തന്നെ എങ്ങനെയാണ് വിളംബരം ഉണ്ടാകുന്നത്? അവിടെ ശരീരം ഇരിക്കുന്നു, വീഞ്ഞിരിക്കുന്നു. ശരീരം കർത്താവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണ്, അറിയാവുന്നവർക്കെല്ലാം അറിയാം. വീഞ്ഞ് കർത്താവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണ്. സാധാരണ ശരീരത്തിൻ്റെ അകത്തല്ലേ രക്തം ഇരിക്കുന്നത്. ശരീരം രക്തവും വേർതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മരണമാണ്. അപ്പം ശരീരവും രക്തവും വേർതിരിഞ്ഞതിൻ്റെ തന്നെ അത് തന്നെ കർത്താവ് മരിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രസ്താവനയാണ്, ഒരു പ്രഖ്യാപനമാണ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല, എന്നാൽ ദൈവത്തിന് മനസ്സിലാവും, ദൂതന്മാർക്ക് മനസ്സിലാവും, വിശ്വാസികൾക്ക് മനസ്സിലാവും, അവിശ്വാസികളിൽ ഇത് പഠിച്ചവർക്ക് മനസ്സിലാകും. കർത്താവിൻ്റെ ഈ മരണം, ആ മരണത്തിൻ്റെ പ്രഖ്യാപനം സഭ ഈ ലോകത്തിലുള്ളിടത്തോളം കാലം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അത് നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചത്. കർത്താവിൻ്റെ മരണത്തിൻ്റെ ഇതെന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാവുന്ന ഉത്തരം ഇത് കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാണ്, പരസ്യ പ്രഖ്യാപനമാണ് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയണം, എന്താണ് അർത്ഥം എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതെല്ലാം പങ്കെടുക്കുന്ന വിശ്വാസികളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം, പുതിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, പഴയ ആളുകളെ ഓർപ്പിക്കണം. അപ്പോൾ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അപ്പം നിർക്കുന്നതിനോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷ ചെയ്യുമ്പോൾ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞാൽ മതി. കാരണം നമ്മളിതൊക്കെ അറിയാവുന്നതാണ്. ഒന്ന് ഓർപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മൾ പറഞ്ഞതിലെ പ്രസക്തമായ കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ദാസന്മാർ വഴി സ്ഥലം സഭകളെ ഏൽപ്പിച്ച, അവർ ആവർത്തിച്ച് ചെയ്യേണ്ട ഒരു കൽപ്പനയാണിത്. ആ കൽപ്പനയെ നമ്മൾ അനുസരിക്കുകയാണ്. അതാണ് നമ്മൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് ഉള്ളത്. പിന്നെ നാം വന്നിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, അതിനോടൊപ്പം നന്ദി പറയുന്നു. ഇത് നന്ദി പറയാനുള്ള ഒരു സമയമാണ്. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതെല്ലാം അതിലേറ്റവും വലുത് ഈ രക്ഷയാണല്ലോ. അതോർത്ത് നന്ദി പറയാനുള്ള ഒരു സമയമാണ്. അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിച്ചത്, ഇത് ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികൾ, രക്ഷയുടെ വൻ പ്രവൃത്തികൾ ഓർക്കാനും ഓർപ്പിക്കാനുമുള്ള സമയമാണ്. കർത്താവും അവിടെ ഉണ്ട്, അതാണ് ഓർപ്പിക്കുക എന്നുള്ള വാക്ക്. അടുത്തതായി നമ്മൾ പറഞ്ഞത് കർത്താവിൻ്റെ മരണത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ്. കർത്താവിൻ്റെ മരണത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം എന്ന് പറഞ്ഞാൽ വാക്കിലല്ല. നേരത്തെ പ്രസംഗത്തിൽ അത് വരും, അതല്ല ഇവിടെ വിഷയം. കാരണം ആ വാക്കുകൾ വളരെ വ്യക്തമാണ്. നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും അവൻ്റെ വരവ് വരെ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അതാണ് അവിടെ നടക്കുക. കർത്താവിൻ്റെ മരണത്തെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ചില വിശ്വാസികൾക്ക് ഈ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, സഭായോഗത്തിലിരുന്ന് എല്ലാവരും അപ്പം മുറിക്കുന്നു. അപ്പോൾ അപ്പം മുറിക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട്, സ്നാനപ്പെടാതെയൊക്കെയുള്ള. ചിലർക്ക് അപ്പം മുറിക്കണമെന്ന് വളരെ താല്പര്യം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അപ്പം മുറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പം മുറിച്ചങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയും താല്പര്യമില്ല. ചിലപ്പോൾ അവിടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമോ അല്ലെങ്കിൽ വീട്ടുകാരൻ്റെ
എന്തെങ്കിലും വേറെ എന്തെങ്കിലും ശുശ്രൂഷ വല്ലതും ആയാൽ ഇത് ഉപേക്ഷിച്ച് അവിടെ പോവും. ചില സമയങ്ങളിലൊക്കെ പോകേണ്ടി വരും, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. എങ്കിലും ഒഴിവാക്കാവുന്ന സാഹചര്യങ്ങളിൽ അപ്പം മുറിക്കാതെ ഇരിക്കുന്ന വിശ്വാസികൾ നല്ല ഭൂരിപക്ഷമൊന്നുമില്ല, എങ്കിലും നല്ല പങ്ക് ആളുകളുണ്ട്. ഒരാവശ്യത്തിന് വേറൊരു സ്ഥലത്ത് പോയി, അപ്പോൾ അവിടെ ആവശ്യത്തിന് അവിടെ പോകുമ്പോൾ ഉത്തരവാദിത്തമുള്ള വിശ്വാസികൾ എന്ത് ചെയ്യും? അവിടെ എവിടെയാണ് സഭയുള്ളത്? സഭ ഉണ്ടായാൽ പോരാ, പാട്ടുപാടുന്ന സഭ പോരാ, പ്രസംഗിക്കുന്ന സഭ പോരാ, അപ്പം മുറിക്കുന്ന സഭ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് പോകുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ പലരും പോകുന്നില്ല. അപ്പോൾ ഈ പോകാത്ത ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇപ്പോൾ അവരെല്ലാവരെയും ഞാൻ സർവേ ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇതിപ്പോൾ ഒരാഴ്ച അങ്ങോട്ട് കഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരാഴ്ച നടന്നില്ലെങ്കിൽ കർത്താവിന് എന്തോ പറ്റും? കർത്താവ് മറന്നു പോവുമോ? ഒരിക്കലും മറക്കാത്ത കർത്താവ് സ്ഥാപിച്ചതാണ് ഈ ഓർമ്മപ്പെടുത്തലിൻ്റെ ശുശ്രൂഷ. ഈ ഓർമ്മപ്പെടുത്തലിൻ്റെ ശുശ്രൂഷ കർത്താവ് സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് അപ്പം മുറിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയാലും, ഒരാഴ്ച മുടങ്ങിയാൽ കുഴപ്പമില്ലെന്ന് തോന്നിയാലും, കർത്താവിന് ആവശ്യമുള്ളതുകൊണ്ട് മുറിച്ചേക്കണം കേട്ടോ. ഇത്രയും ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് അവിടെ ഇവിടെയൊക്കെ അവിടെ പോയാലും അപ്പം മുറിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൺവിൻസ്ഡ് ആയിട്ടില്ല, നിങ്ങൾ വേണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, കർത്താവിന് വേണം, കർത്താവിന് വേണ്ടി അപ്പം മുറിക്കണം. ഇതിന് രണ്ട് വശമുണ്ട്. കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നത് അപ്പം മുറിക്കലിലാണെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളതിൽ പങ്കെടുക്കാതിരുന്നാൽ ആ പ്രഖ്യാപനം കുറയുകയല്ലേ? സഭ നടത്തും, എങ്കിലും അത് കുറയുകയല്ലേ? അപ്പം മുറിക്കുന്നവർ ഇതിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കി ഗൗരവമായി എടുക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ ഉദ്ദേശം എന്താണ്? പെസഹ കഴിക്കുമ്പോൾ യഹൂദ ബാലന്മാർ ചോദിക്കും, എന്താണ് ഇതെന്താണ്, ഈ കർമ്മത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിൻ്റെ അർത്ഥം പറയും. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കാണാം. എന്താണ് ഇതെന്നുള്ളത് നടക്കുമ്പോഴെല്ലാം പറയുക. ആ വേദവാക്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ പല സ്ഥലത്തും ആ വാക്യങ്ങൾ വായിക്കാറുണ്ട്. ആ 5-6 വാക്യങ്ങൾ, ദ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, 1 Corinthians 11:23 മുതൽ 26 വരെയൊക്കെയുള്ള വാക്യങ്ങളൊന്ന് അത് എത്ര വായിച്ച് കാണാം, അത് എത്ര വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരു ഇതാണ്, അത് അവിടെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പോൾ വചന ശുശ്രൂഷ ചെയ്യുന്ന ആൾ ഓർക്കണം, ഇതൊക്കെ അറിയാവുന്ന ആളുകളെ കേൾക്കുന്നത്, അവരെ ഓർപ്പിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും വാചകങ്ങൾ അവരുടെ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ എല്ലാ ആഴ്ചയിലും പുതിയ പ്രസംഗങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ആവശ്യവുമില്ല. കാരണം ഇതൊക്കെ സെയിമല്ലേ, ഇതൊക്കെ സെയിമാ. പക്ഷേ പറയാനുള്ളതിൽ നിന്ന് പ്രസക്തമായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് വാട്ട് ഈസ് ദിസ് എന്നുള്ളത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ പറയുക, ഓർപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ദൈവാനുവദിച്ചാൽ അടുത്ത സെഷനിൽ